അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ ഹാങ്മാൻ ഗെയിമിൻ്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹാങ്മാൻ പിക്സിൻ്റെ, അതായത് നമുക്ക് ഓരോ ലെവൽ കഴിയുമ്പോഴും, അതായത് ഓരോ തവണ ഗസ് ചെയ്യുന്ന സമയത്തും തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഹാങ്മാൻ്റെ കറൻറ്റ് സ്റ്റാറ്റസിലുള്ള ഫോട്ടോ, അതായത് പിക്ക് നമ്മൾ എന്ത് ചെയ്യണം, കാണിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് വെച്ചാൽ പുതിയൊരു ക്ലാസ് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഹാങ്മാൻ പിക്സ് എന്ന് പറഞ്ഞിട്ടാണ് ഫോട്ടോ പേരുണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ക്ലാസ് ഉണ്ടാക്കാണ്, ക്ലാസ് ഹാങ്മാൻ പിക്സ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് ഉണ്ടാക്കി. ഓക്കെ, അതിനുശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറേ ലിസ്റ്റ് ഇവിടെ ആവശ്യമുണ്ട്. കാരണം ഓക്കെ, അറേ ലിസ്റ്റ് ആവശ്യമുണ്ടാവും. നമ്മൾ അറേ ലിസ്റ്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം കേട്ടോ. അറേ ലിസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അറേ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്, സ്ട്രിങ്ങിൻ്റെ ഒരു അറേ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ് കേട്ടോ. ക്ലാസിൻ്റെ വേരിയബിൾ ആയിട്ട് തന്നെ അറേ ലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതായത് പബ്ലിക് അറേ ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ഓഫ് ഹാങ്മാൻ പിക്സ്. അപ്പോൾ ഞാൻ എന്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ കൺസ്ട്രക്ട് ഉണ്ടാക്കുകയാണ്, പബ്ലിക് ഹാങ്മാൻ പിക്സ് കൺസ്ട്രക്ട് ഉണ്ടാക്കുകയാണ്. ഈ കൺസ്ട്രക്റ്റിനകത്താണ് നമ്മൾ ഹാങ്മാൻ പിക്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, ഇതിന് ഇനീഷ്യലൈസ് ചെയ്യണം അല്ലേ. ഇനീഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഹാങ്മാൻ പിക്സ് ഈക്വൽ ടു ന്യൂ അറേ ലിസ്റ്റ് ഓഫ് സ്ട്രിങ് ഓഫ് നെയ്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ എഴുതിക്കാൻ പോകണം. നമുക്ക് ആദ്യം എം ടി ആയിട്ടുള്ള സാധനമാണല്ലേ, അതാണ് നമ്മൾ ഷോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അത് ആഡ് ചെയ്യും. കാരണം നമ്മൾ ഫസ്റ്റ് ലെവലിൽ എന്തായിരിക്കും അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ദിസ് ഡോട്ട് ഹാങ്മാൻ പിക്സ് ഡോട്ട് ആഡ് ഓഫ് എക്സ് നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ ഇത് ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു എക്സ് അടുത്തതിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സിനെ നമ്മൾ വീണ്ടും നമ്മൾ അതിനെ റീമോഡിഫൈ ചെയ്യണം. റീമോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് ഞാൻ ഓൾറെഡി ഇത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ വീണ്ടും അതേപോലെ ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാൽ നെക്സ്റ്റ് പോലെയാണ്. നെക്സ്റ്റിൽ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു ഈ സംഭവമാണ് നമ്മൾ എഴുതുന്നത്. ആദ്യം നമ്മൾ ഇങ്ങനെ എഴുതും. ഓക്കെ, ഇവിടെ പ്ലസ് ഏറ്റവും മേലെ പ്ലസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കും. ബാക്കിയെല്ലാം ഓരോ നമ്മുടെ എൻ്ററിൻ്റെ മേലുള്ളൊരു ഇതുണ്ടായിരിക്കും. നമ്മൾ പൈപ്പ് ഓപ്പറേറ്റർ എന്നാണ് പറയുക. ഓക്കെ, അതിനാണ് പൈപ്പ് എന്ന് പറയുക. അപ്പോൾ അതാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, നമ്മൾ മേലത്തെ ഒരു ഇത് ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് യൂസ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഇതിനെ ആഡ് ചെയ്തു. ഓക്കെ, അതിനെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, നെക്സ്റ്റ് ലൈനിലുള്ളൊരു സംഭവം കിട്ടണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും അതിനെ അപ്ഡേറ്റ് ചെയ്തു. അപ്പോൾ അതിനെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ഈക്വൽ ടു ഇങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്തു, ഫുള്ളായിട്ട് ഒരു സംഭവം കൊടുത്തു. ഓക്കെ, അതാണ് നമ്മളതിൽ ആഡ് ചെയ്ത് പോയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് ഹൈഫൻസ് ഇട്ട് കൊടുത്തു. അത്രേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ വീണ്ടും ഇത് ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് അതേപോലെ തന്നെ ആളുടെ കഴുത്ത് വരുന്ന പോലെ നമ്മൾ ഉണ്ടാക്കി. ആളുടെ കഴുത്ത് വരുന്ന പോലെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ആളുടെ കഴുത്ത് വന്നിട്ടുണ്ട് അല്ലേ, ശരിയല്ലേ. ആളുടെ കഴുത്ത് വന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, അതിനെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു വെച്ചാൽ കഴുത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ തല വരണം. അപ്പോൾ തല വരാനുള്ള സംഭവം ആഡ് ചെയ്യണം. തല വരാനുള്ളത് ആഡ് ചെയ്തു. തല വരാനുള്ളത് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ആഡ് ചെയ്തു. അതിനുശേഷം നമ്മളെ തല വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത് വരേണ്ടത്, കഴുത്ത് വരണം അല്ലേ. കഴുത്ത് വരാനുള്ളത് നമ്മൾ ആഡ് ചെയ്യണം. നേരത്തെ ഞാൻ കഴുത്ത് തന്നെ പറഞ്ഞു പോകുന്നത്, കഴുത്തല്ല അതിൻ്റെ മേലത്തൊരു ഇതില്ലേ, കയറിൻ്റെ ഭാഗമാണ് ഫസ്റ്റ് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കഴുത്ത് വന്നു. അതേപോലെ തന്നെ ഇത് ആഡ് ചെയ്തു. ഓക്കെ, ഇത് ആഡ് ചെയ്തു. അതിനുശേഷം നമുക്ക് കൈ വരണം. ഓക്കെ, അപ്പോൾ അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ആഡ് ചെയ്യാൻ പോകണം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് ഞാൻ ടേബിൾ ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇതേപോലെ ഇരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം അതേപോലെ കോപ്പി പേസ്റ്റ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഇതാണ് കിട്ടുക. ഓക്കെ, ഇവിടെ നമ്മൾ 2 കൊടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ എസ്കേപ്പ് ഓപ്പറേറ്റർ ആയിട്ട് പോകും. കാരണം നമ്മൾ സ്ലാഷ് എന്നൊക്കെ എഴുതുമ്പോൾ നമ്മൾ സ്ലാഷ് എന്ന് ഇങ്ങനെയല്ലേ എഴുതാറ്. അപ്പോൾ സ്ലാഷ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു എസ്കേപ്പിംഗ് ക്യാരക്ടർ വരും. അപ്പോൾ എസ്കേപ്പിംഗ് ക്യാരക്ടർ നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇത് വരുള്ളൂ. ഇല്ലെങ്കിൽ അത് വേറെ എന്തെങ്കിലുമൊക്കെ ആയി പോകും. ഓക്കെ, ഒന്നും വരില്ല അവിടെ. അപ്പോൾ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊടുത്തിരിക്കുന്നത്. അത്രേ ഉള്ളൂ ഇതിൽ ടെസ്റ്റ് എന്ന് പറയാം കേട്ടോ. വേറെ ടെസ്റ്റ് ഒന്നും ഇതിൽ വേറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഹാങ്മാൻ പിക്സ് നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, ആഡ് ചെയ്തിട്ടുണ്ട്. ഹാങ്മാൻ പിക്സ് മൊത്തം ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ എന്ത് വെച്ചാൽ ഇതിന് ഗെയിമിലോട്ട് നമ്മളെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഗെയിമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഗെയിമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാർട്ട് ഗെയിം എന്ന് പറഞ്ഞ ഫംഗ്ഷനിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റാർട്ട് ഗെയിമിൽ നമ്മൾ ഫോർ ലൂപ്പിൻ്റെ മേലെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഫോർ ലൂപ്പിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യുക, ഹാങ്മാൻ പിക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കുക. അപ്പോൾ ഹാങ്മാൻ ഈക്വൽ ടു ന്യൂ ഹാങ്മാൻ പിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി. ഇത്രയും നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മിസ്ഡ് ഓരോ ലെവലിൽ നമ്മൾ ചെയ്യുമ്പോൾ മിസ്ഡ് ലെറ്റേഴ്സ് നമ്മൾ എഴുതി കാണിക്കില്ല. അതിൻ്റെ താഴെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ലൈൻ എഴുതുക. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിൻറ്റ് ലൈൻ ഓഫ് നമ്മൾ എന്ത് ചെയ്യുക, ഹാങ്മാൻ പിക്സിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഹാങ്മാൻ പിക്സ് ഡോട്ട് ഗെറ്റ് ഓഫ് ഏതായിരിക്കും കൊടുക്കേണ്ടത്, നമ്മൾ എത്ര ലെറ്റേഴ്സാണ് മിസ് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ദിസ് ഡോട്ട് പ്ലെയർ ഡോട്ട് മിസ്ഡ് ലെറ്റേഴ്സ്, അതിൻ്റെ എണ്ണമാണ് കൊടുക്കേണ്ടത് അല്ലേ. നല്ല അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻഡെക്സിലാണ് കിട്ടേണ്ടത്. അതാണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. എക്സാമ്പിൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഹാങ്മാൻ പിക്സ് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ സ്റ്റാർട്ടിങ് ലെറ്റേഴ്സ്, അതായത് ആളൊന്നും മിസ് ചെയ്തില്ലെങ്കിൽ, മിസ് 0 ആണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും.
ആളൊന്ന് റിട്ടേൺ ചെയ്യുക, ആളൊന്ന് മിസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും റിട്ടേൺ ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ സംഭവം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതേപോലെ നമ്മൾ ഔട്ട്പുട്ട് ചെയ്യണം അല്ലേ. ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ ഔട്ട്പുട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ ലോസ് ചെയ്യണത് നമ്മൾ എവിടെയായിരുന്നു, യു ലോസ് എഴുതി കാണിക്കില്ലേ. ഓക്കെ, യു ലോസ് എഴുതി കാണിച്ചതിന് ശേഷം നമ്മൾ താഴത്തെ ഓക്കെ നമ്മൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ഹാങ്മാൻ്റെ പിക്ക് കാണിക്കണം. ഓക്കെ, ഐഡി കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ബാക്കിയുള്ള സ്ഥലത്തൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഹാങ്മാൻ ഗെയിമിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ലാസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇത്രയാണ് നമ്മൾ ഉള്ളൂ. ഇനി നമ്മൾ ഇതിനൊന്ന് കളിച്ച് നോക്കാം, അതായത് ഗെയിമിൽ നമുക്ക് കളിച്ച് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാവ സി main.java ആൻഡ് ജാവ മെയിൻ. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം, അതിൻ്റെ പേര് കൊടുത്തു അനു. അപ്പോൾ വെൽക്കം ടു ഹാങ്മാൻ, പ്ലീസ് ചൂസ് എ കാറ്റഗറി. അപ്പോൾ ഞാൻ 1 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ലെറ്റർ 0 ആണെങ്കിൽ നമുക്ക് സ്പേസ് ആണ് ഇതാണ്ട് കൊടുത്തിരിക്കുന്നില്ല, അപ്പോൾ ഒന്നും വരില്ല. ഓക്കെ, അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെറ്റർ ഒന്ന് ഗസ് ചെയ്യാൻ പോകണം. അപ്പോൾ ഞാൻ ഏതാണ് ഗസ് ചെയ്ത്. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെറ്റ് നിന്ന് ഗസ് ചെയ്തു. ഗസ് ചെയ്ത് വന്നപ്പോൾ കണ്ടോ, മിസ് ലെറ്റർ 1 കൊടുത്തപ്പോൾ എന്താ വന്ന്, നമ്മൾ ഫസ്റ്റ് അടിയത്തൊരു സാധനം വന്നു അല്ലേ. ഞാൻ വീണ്ടും ഒരു ഗസ് കൊടുക്കാൻ പോവാണ്. ക്യൂന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ നെക്സ്റ്റ് ലൈനായിട്ട് വന്നിരിക്കുന്നു അല്ലേ. ആള് ഇതായി എത്തിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും ഒന്ന് 6 കറക്റ്റായിട്ട് വന്നിട്ട് ടെൻഡുൽക്കറിൽ 6 ഉണ്ട്. അപ്പോൾ ടി കൊടുത്തു, ടി ഉണ്ട്. യു കൊടുത്തു, യു ഉണ്ട്. ഒ ഉണ്ട്, ഒ ഇല്ല. ഒ കൊടുത്തപ്പോൾ എന്താ ചെയ്തു, വീണ്ടും അടുത്ത ലൈൻ വന്നു. ഞാൻ അടുത്ത് വീണ്ടും ഒരു ഇത് കൊടുക്കാണ്ട് ഡി. ഡി കൊടുത്തു, ഡി നമുക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ എൽ കൊടുത്തു, എൽ ഉണ്ട്. ഐ കൊടുത്തു, ഐ ഉണ്ട്. എച്ച് കൊടുത്തു, എച്ച് ഉണ്ട്. വി കൊടുത്തു, വി ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത് മേലത്തെ ഒരു കയറ് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. ഇനി നമുക്ക് ജെ കൊടുത്തു, പോയി. എം ഓക്കെ, ക്യൂ പോയി. അടുത്തത് കൈ വന്നു, ടി. ഓക്കെ, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അല്ലേ, കുഴപ്പമൊന്നുമില്ല. ടി വീണ്ടും ഇത് അതിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. ഐ ഓക്കെ, ഐ ഓൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ല. എഫ് അടുത്ത കൈ വന്നു, എഫ് ഇല്ല. നമുക്ക് അടുത്ത ലെവലിലോട്ട് പോകണം വിചാരിക്കുക. അപ്പോൾ സച്ചിനല്ലേ, എസ് വന്നു. സി വേണം, എൻ വേണം, ഇ വേണം. ഓക്കെ, ഇനി കെ വേണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് എഴുതി കാണിച്ചു. ലെവൽ 1 കംപ്ലീറ്റ് ആയി അല്ലേ. ലെവൽ 1 കംപ്ലീറ്റ് ആയി. ലെവൽ 2ലോട്ട് എത്തി. മിസ് ലെറ്റേഴ്സ് 0 ആണ്. അപ്പോൾ മിസ് ലെറ്റേഴ്സ് വീണ്ടും 0 ആക്കി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ വീണ്ടും ഇതാക്കി. അപ്പോൾ നമ്മൾ കപിൽ ദേവ് ആണ് കേട്ടോ. അപ്പോൾ കപിൽ ദേവിന് കെ റിട്ടേൺ ചെയ്തു, കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഏതായി, പി വന്നിട്ടുണ്ട്, ഐ വന്നിട്ടുണ്ട്, എൽ വന്നിട്ടുണ്ട്, ഡി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, ഇ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്, വി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ലെവൽ 2 കംപ്ലീറ്റ് ആയി. ലെവൽ 3ലോട്ട് എത്തി. ഇത് റിക്കി പോണ്ടിങ് ആണ്. ആറായിന്ന് കൊടുത്താലും ഫസ്റ്റ് മാത്രമേ എടുക്കുള്ളൂ, അതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ കേട്ടോ. ഓക്കെ, 6 പിന്നെ 6 ഐ കൊടുത്തു, പി എൻ ഒ ടി ടി. ഓക്കെ, അപ്പോൾ നമുക്ക് റിക്കി പോണ്ടിങ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. യു എൻ്റർ ലെറ്റർ ഇതുപോലെ യു വിൻ കറക്റ്റായിട്ട് എഴുതി കാണിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ജയിച്ചിട്ടുണ്ട്. യു വിൻ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഗസ് ചെയ്ത് കറക്റ്റായിട്ട് അപ്പോൾ ഗസ് ചെയ്ത വേർഡ് കറക്റ്റായിട്ട് കാണിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തോറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൻ എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡ് ഒന്നുകൂടി എഴുതി കാണിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രശ്നം അതാണ്. ഓക്കെ, അപ്പോൾ യു വിൻ എഴുതി കാണിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് അതിൻ്റെ താഴെ സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ലൈൻ ഓഫ് ടൈറ്റിൽ, അതായത് കറന്റ് വേർഡ് ഡോട്ട് അപ്ഡേറ്റഡ് വേർഡ് ഗെറ്റ് അപ്ഡേറ്റഡ് വേർഡ് എന്ന് പറഞ്ഞിട്ട് സാധനം പ്രിന്റ് ചെയ്ത് കാണിക്കണം. ഓക്കെ, പ്രിന്റ് ചെയ്ത് കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് കിട്ടും. അതേപോലെ തന്നെ യു ലോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അപ്പോൾ അതും പ്രിന്റ് ചെയ്ത് കാണിക്കണം അല്ലേ. ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ വേർഡ് കറസ്പോണ്ടിങ് ആയിട്ട് കാണിച്ചു കൊടുക്കണം അല്ലേ. എന്നാലും ഏതാ തോറ്റെന്ന് അറിയാം, ആൾക്ക് മനസ്സിലാവണ്ടേ തോറ്റ് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ യു ലോസ് അവിടെ എഴുതി കാണിക്കണം. യു ലോസ് ഇതാക്കി അതിനുശേഷം യു ലോസ് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ, കറക്റ്റ് അല്ലേ. കറസ്പോണ്ടിങ് കിട്ടി, സേവ് ചെയ്തു. നമ്മൾ വീണ്ടും അതേപോലെ തന്നെ കമ്പൈൽ ചെയ്യാം കേട്ടോ. കമ്പൈൽ ചെയ്തു. ഓക്കെ, എൻ്റർ യുവർ നെയിം അനൂപ്. അതിനുശേഷം 2 നടിച്ചു. അപ്പോൾ മൂവി ലെറ്ററാണ് വന്നിരിക്കുന്നത്. മൂവി ഫസ്റ്റ് എന്താണ്, അയൺമാൻ ആണുള്ളത്. അയൺമാനാണ് എന്താ ഉള്ളത്, ഫസ്റ്റ് അയൺമാനെ തോന്നുന്നു. സോറി, ഫസ്റ്റ് നമുക്ക് ഹോം അലോൺ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹോം അലോൺ കൊടുക്കുകയാണ്. അപ്പോൾ എച്ച് ഞാൻ കൊടുക്കുകയാണ്. എച്ച് കൊടുത്തു, ഒ കൊടുത്തു, എം കൊടുത്തു, ഇ കൊടുത്തു, എൽ കൊടുത്തു, എൻ കൊടുത്തു.
അപ്പോൾ ലെവൽ 1 കംപ്ലീറ്റ് ആയി. അടുത്ത അയൺമാൻ ആണല്ലേ. അപ്പോൾ IRONMA ലെവൽ 2 കംപ്ലീറ്റ് ആയി. അടുത്തെന്താണ്? ബാറ്റ്മാൻ BATMN. അപ്പോൾ യു വിൻ നമ്മൾ കറസ്പോണ്ടിങ്, അതായത് ബാറ്റ്മാൻ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ തോൽക്കുന്ന ഒരു കണ്ടീഷനോട് കൊടുക്കുക. അപ്പോൾ വാട്ട് ഈസ് യുവർ നെയിം? ഹലോ, മൂവിയാണ് അല്ലേ, മൂവി നെയിമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 കൊടുക്കുക. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു ഇതാണ് GH കൊടുത്തു, T കൊടുത്തു, ഫസ്റ്റ് Y, U കൊടുത്തു, Q കൊടുത്തു, R കൊടുത്തു, U കൊടുത്തു, E കൊടുത്തു, S കൊടുത്തു, G കൊടുത്തു, J കൊടുത്തു, K കൊടുത്തു, L കൊടുത്തു, D കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടോ ഇതിവിടെ എന്താ എഴുതി കാണിച്ചത്? യു ലോസ്. അതായത് നമ്മൾ യു ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ അപ്ഡേറ്റഡ് ചെയ്ത വേർഡാണ് കാണിച്ചത്. അപ്പോൾ അവിടെ ചെറിയ പ്രശ്നം വന്നത് എന്തായിരുന്നു? നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേർഡാണ് കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതല്ല ഗെറ്റ് അപ്ഡേറ്റഡ് വേർഡല്ല കാണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടൈറ്റിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ടൈറ്റിൽ കാണിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ വേർഡിൽ പോവുക. വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം ഇവിടെ വേർഡ്.javaയിൽ നമ്മളെല്ലാം പ്രൈവറ്റ് ആക്കിയിട്ട് കൊടുത്തിരിക്കുന്നത് ടൈറ്റിലല്ലേ. അപ്പോൾ നമുക്ക് ടൈറ്റിൽ നമുക്ക് കിട്ടണം. നമുക്ക് എന്ത് ചെയ്യണം? പബ്ലിക് വോയിഡ് സ്ട്രിംഗ് ഗെറ്റ് ആക്ച്വൽ വേർഡ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ദിസ് ഡോട്ട് ടൈറ്റിൽ. എന്ന് പറഞ്ഞ സംഭവം കൊടുക്കും. ഓക്കെ, ഗെറ്റ് ആക്ച്വൽ വേർഡ്. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് വെച്ച് കഴിഞ്ഞാൽ സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ game.javaയിൽ പോവുക. അതിനുശേഷം നമ്മൾ അവിടെ എന്ത് വെച്ചാൽ ഗെറ്റ് അപ്ഡേറ്റഡ് വേർഡിന് പകരം ഗെറ്റ് ആക്ച്വൽ വേർഡ് എന്ന് വിളിക്കുക. അപ്പോൾ ലോസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് പ്രശ്നമുള്ളൂ. മറ്റ് നമുക്ക് കുഴപ്പമില്ല. ഒരു യു വിന്നിൽ നമ്മൾ ഗെറ്റ് അപ്ഡേറ്റഡ് വേർഡ് വിളിച്ചാലും കിട്ടുന്നുണ്ട്. കാരണം നമ്മൾ വിൻ ചെയ്തുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാം ഗസ് ചെയ്തിട്ടുണ്ട് അല്ലേ, കുഴപ്പമില്ല. നമ്മൾ ഗെറ്റ് ആക്ച്വൽ വേർഡ് തന്നെ ഇവിടെ വിളിക്കാം കേട്ടോ. ഗെറ്റ് ആക്ച്വൽ വേർഡ് വിളിക്കാം. നമ്മൾ തോൽക്കുന്ന കണ്ടീഷൻ നമുക്ക് നോക്കാം. അതിനുശേഷം നമുക്ക് ഇത് എക്സിറ്റ് ചെയ്യാം. അത്രയുള്ള കാര്യം. അപ്പോൾ നമുക്ക് നോക്കാം Ctrl+L. ഓക്കെ, അത് വീണ്ടും ജാവ സി main.java ആൻഡ് ജാവ മെയിൻ. ഓക്കെ, അനു 2. ഓക്കെ, യു ലോസ് കറക്റ്റ് വേർഡ് നമ്മൾ എന്ത് ചെയ്തു? ഹോം അലോൺ എന്ന് പ്രിന്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിച്ച വേർഡ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഗെയിം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ പറയാവുന്നതാണ്. ഓക്കെ, അതായത് നിങ്ങൾ പുതിയൊരു വേർഷൻ ഇതിൽ നേരം പോലെ നല്ല രീതിയിലുള്ള വേർഷൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് പൊതു വെബ് ആപ്പായിട്ട് ഉണ്ടാക്കാം, എങ്ങനെ മനസ്സിലുണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇതിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോഡ് ഞാൻ ഓൾറെഡി ഗിറ്റ്ഹബിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കോഡ് നോക്കാം. അതായത് നിങ്ങൾക്ക് ഇതിൽ മനസ്സിലായാലും നിങ്ങൾക്ക് കോഡ് ഇനി വീണ്ടും ഒരു ഫ്യൂച്ചർ റെഫറൻസിൽ വേണമെന്നെങ്കിൽ ഗിറ്റ്ഹബിൽ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് ഇടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ പഠിക്കാൻ എന്ത് വെച്ചാൽ ചെയ്യാം, നിങ്ങൾക്ക് വേറെ ആൾക്ക് ഷെയർ ചെയ്യാം, എങ്ങനെ വേണമെങ്കിൽ എന്ത് വെച്ചാൽ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഗെയിമിൻ്റെ ഫൈനൽ സെഷൻ ആയിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ എങ്ങനെയാണ് ഗെയിം ഡെവലപ്പ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ യൂസ് ചെയ്തതിൽ ഉള്ള വേർഡ്സ് ഇല്ലേ, അതായത് നമ്മുടെ ഹാങ്മാൻ പിക്സ് ഇല്ലേ, അത് ഞാൻ ഓൾറെഡി ഗിറ്റ്ഹബിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, ഗിറ്റ്ഹബിൽ നിന്ന് എടുത്തൊരു സാധനമാണത്. ഓൾറെഡി ഒരാൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, അപ്പോൾ ആളുടെ പേര് ഞാൻ ആളുടെ ഗിറ്റ്ഹബിൻ്റെ റിപ്പോ കൂടി ഞാൻ എന്ത് ചെയ്യുക ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നിങ്ങൾക്ക് പോയി നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയൊരു ടോപ്പിക് ആയിട്ട് വരും. ഓക്കെ, ബൈ.